ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC വിന്നർ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ CSEB-യുടെ പുതിയ നോട്ടിഫിക്കേഷൻ 3/2024 പുതിയ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയ്ക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഈ പോസ്റ്റിലേക്കൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടനവധി ഒഴിവുകളാണ് നമ്മുടെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലേക്കുള്ളത്. അപ്പൊ ആ ഒഴിവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന് പഠിച്ചു തുടങ്ങേണ്ടത്, അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എത്ര ഒഴിവുകൾ ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 190 ഒഴിവുകളാണ് ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലേക്ക് ഉള്ളത്. അതായത് 3/2024 പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 190 ഒഴിവുകളാണ് ഉള്ളത്. ഈ 190 ഒഴിവുകൾ പല ജില്ലകളിലായിട്ടാണ് ഉള്ളത്. അത് CSEB-യുടെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം. അതായത് ഓരോ ജില്ലയിലെ സഹകരണ സംഘങ്ങളിലേക്കാണ് നമ്മൾ പരീക്ഷ അപേക്ഷ അയക്കുന്നത്. അപ്പൊ അത് പ്രകാരം ഓരോ ജില്ലയിലുമാണ് വേക്കൻസീസ്, ജില്ലയിലെ സംഘങ്ങളിലുമാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ 6 സംഘങ്ങളിലാണ് ഒഴിവുള്ളത്, കൊല്ലം ജില്ലയിൽ 5, പത്തനംതിട്ട ജില്ലയിൽ 1, ആലപ്പുഴ ജില്ലയിൽ 4, കോട്ടയം ജില്ലയിൽ 9 ഒഴിവുകൾ, ഇടുക്കി ജില്ലയിൽ 3, എറണാകുളം ജില്ലയിൽ 39 ഒഴിവുകളാണ് ഉള്ളത്, തൃശൂർ ജില്ലയിൽ 23, പാലക്കാട് ജില്ലയിൽ 46, മലപ്പുറം ജില്ലയിൽ 23, കോഴിക്കോട് ജില്ലയിൽ 15, വയനാട് ജില്ലയിൽ 4, കണ്ണൂർ ജില്ലയിൽ 10, കാസർഗോഡ് ജില്ലയിൽ 2, അങ്ങനെ 190 ഒഴിവുകളാണ് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലേക്ക് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. അതായത് ജനറൽ കമ്മ്യൂണിറ്റിക്ക് 40 വയസ്സ് വരെ പരീക്ഷ എഴുതാം, SC/STക്ക് 45 വയസ്സ് വരെയും, OBCക്ക് 43 വയസ്സ് വരെയും, EWS-ന് 40 വയസ്സ് വരെ, പിന്നെ അതുപോലെ തന്നെ വിധവകൾക്കും പിന്നെ 45 വയസ്സ് വരെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 50 വയസ്സ് വരെയും പരീക്ഷ എഴുതാം. നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ജാനുവരി 1 എന്നുള്ള തീയതിക്കാണ് വയസ്സ് കണക്കാക്കുന്നത്. അപേക്ഷ ഇത്തവണ അയക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. നമ്മുടെ CSEB-യുടെ www.cseb.kerala.gov എന്ന് പറഞ്ഞിട്ടുള്ള വൺ ടൈം പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യുക. ആ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പോ ഇത്തവണ വളരെ സിമ്പിൾ ആണ് അപേക്ഷ അയക്കാൻ, കാരണം ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ അല്ലാതെ നമ്മുടെ ഓൺലൈൻ ആയിട്ട് സെക്രട്ടറിക്ക് 2 ഒഴിവുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 1, കണ്ണൂർ ജില്ലയിൽ 1. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റിന് 7 ഒഴിവുകളുണ്ട്. അതായത് എറണാകുളത്ത് 1, തൃശ്ശൂർ 2, പാലക്കാട് 1, കോഴിക്കോട് 1, കണ്ണൂർ 1, കാസർഗോഡ് 1. പിന്നീട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയ്ക്ക് 4 ഒഴിവുകളുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും 4 ഒഴിവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് CSEB-യുടെ പുതിയ നോട്ടിഫിക്കേഷൻ. മറ്റ് CSEB വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ പത്രത്തിലൂടെയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച കാര്യങ്ങൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോട്ടിഫിക്കേഷൻ CSEB-യുടെ സൈറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഏതൊക്കെ സംഘങ്ങളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാമിന് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. താങ്ക്